ഹായ്, ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 6th ചാപ്റ്റർ ട്രിഗ്നോമെട്രി ഇതിലെ ടെക്സ്റ്റ് ബുക്കിലെ 125ാമത്തെ പേജിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് എ പേഴ്സൺ സീസ് ദ ഫുട്ട് ഓഫ് എ ഷോപ്പ് 30 meters away at an angle of depression 25 degree. What is the height of the building? ഇവിടെ നമ്മൾ ഫിഗർ വരച്ചു. ഇത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ 25 ഡിഗ്രി ഇവിടെയാണുള്ളത്. ഇത് നേരെ നോക്കുന്നു, ഇത് താഴേക്ക് നോക്കുന്നു. ഈ ഡിസ്റ്റൻസ് 30 മീറ്റർ. അപ്പോൾ ഇവിടെ ഈ എയിൽ നിന്ന് പോകുന്ന നമുക്കൊരു ഡി എന്നൊരു പേര് കൊടുക്കാം. അപ്പോൾ ഈ എ ഡി എന്ന് പറയുന്ന ഈ ലൈനും ഈ ബി സി എന്ന് പറയുന്ന ഈ ലൈനും പാരലൽ ലൈൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രയാങ്കിൾ ഇവിടെ വരയ്ക്കാതെ നമ്മൾ ഈ ട്രയാങ്കിളിൽ തന്നെ ഈ എ ബി സി എന്ന ട്രയാങ്കിൾ തന്നെ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആയതുകൊണ്ട് നമുക്ക് ആംഗിൾ കിട്ടുന്ന ഇവിടെയാണ്. എ ബി സിക്കകത്തല്ല ഈ ആംഗിൾ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് ഇത് രണ്ടും. അപ്പോൾ അതുകൊണ്ട് ഈ വാല്യൂ നമ്മൾ ഈ ആംഗിൾ സിയിലേക്ക് മാറ്റി. ഇനി ആംഗിൾ സീനെ എടുത്തിട്ടാണ് നമ്മൾ ഈ 30 മീറ്റർ ഹൈറ്റും ഈ ഡിസ്റ്റൻസും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എ ബിയുടെ ഹൈറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫിഗർ വരച്ചു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എപ്പോഴും ഇവിടെയാണ് ഉണ്ടാവുക. ചിലത് തെറ്റിദ്ധരിച്ച് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഇതായിട്ട് എടുത്ത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെയല്ല. ഈ വാല്യൂ നമുക്കിൽ 90 - 25 എടുത്തിട്ട് ചെയ്യാം. അതിൽ എളുപ്പം ഈ ആംഗിൾ നേരെ താഴെ കൊണ്ടുവരും. ഇത് രണ്ട് ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്, അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ആംഗിൾ സി എന്നുള്ള ആംഗിൾ നമുക്ക് 25 ഡിഗ്രി കിട്ടി. ഇനി വളരെ എളുപ്പത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് ഇതിൻ്റെ ബേസ്, അതായത് ഈ ആംഗിളിൻ്റെ അഡ്ജസ്റ്റൻ്റ് സൈഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബി ഹൈറ്റ്, അത് ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസ്റ്റൻ്റ് സൈഡും വരുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോ ടാൻ നമ്മുടെ ടാൻ സി, അതായത് ടാൻ 25 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എ ബി ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റൻ്റ് സൈഡ് ബി സി. ടാൻ 25 ഡിഗ്രി ഇൻറ്റു ഈ ബി സിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ബി സി ഈക്വൽ ടു നമുക്ക് എ ബി എന്ന് കിട്ടും. പിന്നെ നമുക്ക് വാല്യൂ കൊടുക്കാം. ടാൻ 25ൻ്റെ വാല്യൂ 0.4663 ഇൻറ്റു 30 മീറ്റർ ഈക്വൽ ടു എ ബി ആണ്. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എ ബിയുടെ വാല്യൂ കിട്ടും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എ ബി ഈക്വൽ ടു നിങ്ങോട്ട് മാറ്റി എഴുതുന്നു. 30 ഇൻറ്റു 0.4663 അത് 13.989 എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ്ലി നമുക്ക് റൗണ്ട് ചെയ്ത് എഴുതാം. 13.99 എന്ന് എഴുതുന്നു. അത്രയും മീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. അപ്പോൾ ഇവിടെ ഇത് എ ബി എന്നുള്ള ബിൽഡിംഗ് ആണ്. ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് എ പേഴ്സൺ സീസ് ദ ഫുട്ട് ഓഫ് എ ഷോപ്പ് 30 meters away at an ആംഗിൾ ഓഫ് ഡിപ്രഷൻ 25 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്, അപ്പോൾ ഇവിടെ ഇതാണ് ഈ എ ബി ആണ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്. ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഈക്വൽ ടു 13.99 മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ: ഫ്രം ദ ടോപ്പ് ഓഫ് ആൻ ഇലക്ട്രിക് പോസ്റ്റ് 2 wires ആർ stretched to either side and attached to the ground, making angle 55 degree and 45 degree with the ground. The distance between the feet of the wires is 25 meters. What is the height of the post? ഇവിടെ നമ്മൾ ഫിഗർ വരച്ചു. ട്രയാങ്കിൾ എ ബി സി ആയിട്ട് വരച്ചു. ഈ സി എന്നുള്ള പോയിന്റിൽ പോസ്റ്റിൻ്റെ ഹൈറ്റ് സി ഡി എന്നുള്ള ലൈൻ വരച്ചു. എ ബി ആണ് ടോട്ടൽ ലെന്ത്, നമ്മുടെ 25 മീറ്റർ എന്നുള്ളത് ഈ എ മുതൽ ബി വരെയുള്ള ലെന്ത്. നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കണം. ഇവിടെ നമുക്ക് 55 ഡിഗ്രിയാണ്, 45 ഡിഗ്രിയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എ ഡി സി എന്നുള്ള ഈ ട്രയാങ്കിൾ പരിഗണിക്കുന്നു. അപ്പോൾ 55 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എച്ച് ആണ്. എച്ച് ഡിവൈഡ് ബൈ എക്സ് എന്ന് എടുക്കും. 55 ഡിഗ്രി ഇൻറ്റു എക്സ് ഈക്വൽ ടു എച്ച് എന്ന് കിട്ടുന്നു. ഇപ്പോൾ ടാൻ 55ൻ്റെ വാല്യൂ നമുക്ക് കൊടുക്കാം.
1.43 എക്സ് 1.4281 ആണ്. അത് എളുപ്പത്തിൽ നമ്മൾ രണ്ട് സംഖ്യ ശരിയാക്കി എഴുതുന്നു ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. 1.43 എക്സ് ഈക്വൽ ടു എച്ച്. അവിടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് അവിടെ നിർത്തി. അടുത്ത ട്രയാങ്കിൾ നോക്കൂ. ഈ ബി ഡിയുടെ ലെന്ത് 25 മൈനസ് എക്സ് ആണ്. ഇത് 45 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ ടാൻ 45 ഡിഗ്രി ഈക്വൽ ടു ഇവിടെ എച്ച് ഡിവൈഡഡ് ബൈ 25 മൈനസ് എക്സ് ആണ്. അപ്പോൾ ടാൻ 45ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു ഈ 25 മൈനസ് എക്സിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. 25 മൈനസ് എക്സ് ഈക്വൽ ടു എച്ച് എന്ന് നമുക്ക് കിട്ടുന്നു. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ നമ്പറിന് കിട്ടും. അപ്പോൾ 25 മൈനസ് എക്സ് ഈക്വൽ ടു എച്ച് എന്ന് കിട്ടി. അത് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതി വെച്ചു. ഇനി നമുക്ക് രണ്ട് ഇക്വേഷനെയും ഒരുമിച്ച് കമ്പയർ ചെയ്താൽ ഇവിടെ 1.43 എക്സ് ഈക്വൽ ടു എച്ച് ആണ്. അതുപോലെ 25 മൈനസ് എക്സ് ഈക്വൽ ടു അതും എച്ച് ആണ്. അപ്പോൾ നമുക്കതിനെ ഒരുമിച്ച് എഴുതാം. 25 മൈനസ് എക്സ് ഈക്വൽ ടു എച്ച് ആണ്. എച്ചിന് പകരം ഈ വാല്യൂ എഴുതുന്നു. 1.43 എക്സ് എന്നെഴുതും. ഇനി നമുക്ക് ഈ മൈനസ് എക്സിന് ഇവിടെയുള്ള എക്സിനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 25 ഈക്വൽ ടു 1.43 എക്സ് പ്ലസ് ഒരു എക്സ്. അപ്പോൾ 25 ഈക്വൽ ടു 2 ഇതിനെ കൂട്ടിയാൽ 2.43 എക്സ് എന്ന് കിട്ടുന്നു. ഇനി 25 ഡിവൈഡഡ് ബൈ 2.43 ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എക്സ് ഈക്വൽ ടു 10.288 എന്ന് കിട്ടും. നമുക്കൊന്ന് റൗണ്ട് ചെയ്താൽ അതിനെ 10.29 മീറ്റർ എന്ന് എഴുതാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എച്ചിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷനകത്ത് 1.43 എക്സ് ഈക്വൽ ടു എച്ച് ആണ്. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂവിനെ 1.43 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എച്ച് കിട്ടും. ഇല്ലെങ്കിൽ 25 മൈനസ് എക്സും എച്ച് ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 25 എന്ന് മൈനസ് ചെയ്താലും നമുക്ക് എച്ച് കിട്ടും. ഞാനിവിടെ അതെടുക്കുന്നു. 25 മൈനസ് എക്സ് ഈക്വൽ ടു എച്ച് ആണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ 25 മൈനസ് 10.29 ഈക്വൽ ടു എച്ച്. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു 14.71 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ് എച്ച് ഈസ് ഈക്വൽ ടു 14.71 മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും.